പൂർവികമാരെ നടവ് പോലെ ധനുമാസം 28 നാൽനാട്ടുകാരെ ചെവുകൾക്കിന്റെ കഴിച്ച് കൊട്ടാരം നിർഗമന സമയത്ത് യജമാനരും അച്ഛന്മാരും കാരണന്മാരും 4 നാട്ടുകാരുണ്ടായിട്ട് കുംഭമാസ 17 കളിയാട്ട മഹോത്സവം കുറിച്ചോളൂ. അങ്ങനെ ഇന്ന് നാൾമരം മുറിക്കാൻ കണ്ടെത്തിക്കോളൂ. അങ്ങനെ 4 നാട്ടുകാർ വന്നിട്ട് പഠിപ്പരിൽ ചേർന്നിട്ട് അങ്ങേ പഠിപ്പര ഇങ്ങേ പഠിപ്പര ഓപിച്ചിട്ട് ഭണ്ഡാരത്തിന് പോയി. പൂർവികമാരെ നടവ് പോലെ യജമാനർ മുഖേന 4 നാട്ടുകാരുണ്ടായിട്ട് അനന്തപുരം അനന്തപത്മനാഭസ്വാമിയുടെ ദിവ്യ സന്നിധിയിൽ നിന്ന് വാള് ഭണ്ഡാരവും കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ ചേർത്തോണ്ട് പൂർവികമാരെ നടവ് പോലെ പൊലയും മുറിച്ചോണ്ടു നിരപ്പണിയും തുടങ്ങി ഈ നാൾമരം മുറിക്കുന്ന ഈ പുണ്യഭൂമിയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. തമ്പുരാറ്റമ്മയും കൂടെയുള്ളവർ മാത്രമേ ഞങ്ങൾക്ക് ആധാരമായിട്ടുള്ളൂ എന്ന് ശ്രദ്ധാഭക്തിയോട് ആരാധിച്ചുകൊണ്ട് വരുന്ന സമുദായം. ആ സമുദായത്തിന് നിശ്ചയിച്ച കളിയാട്ട ഭംഗിയോടെ കണ്ട് കുറിയും വാങ്ങി ജീവിത ധന്യമാക്കാനുള്ള പുണ്യാഗ്രഹം തരുന്നതോടൊപ്പം തമ്പുരാറ്റമ്മയും കൂടെയുള്ളവരും ആ കൈലാസമിട്ട് ഈ ഭൂമണ്ഡലത്തിലായി വന്ന് കയ്യെടുത്ത് ഈ നാൾമരത്തിന് കുറിയിടാൻ വേണ്ടി 4 നാട്ടുകാരുണ്ടായിട്ടാക്കുന്ന പ്രാർത്ഥന. ഈ വൃക്ഷത്തോട് മഹാവിഷ്ണുമൂർത്തി ചൊല്ലിത്തന്നത് എന്തിനാണ്? 12 രാശി വെക്കുന്ന കാലം നടത്തില്ല. ഇവന് മാതാവിന് കൂടില്ല വയ്ക്കും. ഈ വൃക്ഷം തെളിഞ്ഞു വന്ന് ഇപ്പോഴത്തെ അത് ശുഭമുഹൂർത്തം വെച്ച് ഇവന് മാതാവും കൂടില്ലവരും ലോകനാഥനായ മഹാവിഷ്ണുമൂർത്തി അന്വേഷിക്കുന്ന ഈ മരിച്ചാനെ ചെന്ന് കയ്യെടുത്തു. ഇപ്പോഴോ ആ ഭുവന് മാതാവിന് കൂടില്ല വെക്കും അഗ്നിക്ക് വേണ്ടി എങ്ങനെ വേണ്ട പോലെ ആ പഞ്ചവാദം ഒന്നും